ഓം സദ്ഗുരു ചരണാരവിന്ദാഭ്യാം നമഃ. ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദനഃ പാർത്ഥോ വത്സസുധീർഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത്. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. സമസ്ത ആചാര്യമണ്ഡലിക്കും ഈ സത്സംഗത്തിൽ പ്രവേശിച്ചിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ കൂപ്പുകൈ. നാം തൈത്തിരീയ ഉപനിഷത്തിലെ രണ്ടാം അധ്യായത്തിലെ ആദ്യത്തെ അനുവാകം ഭാഷ്യസഹിതം ശങ്കര ഭഗവത്പാദർ രചിച്ച ഭാഷ്യത്തിൻ്റെ ആ ഒരു ജ്ഞാനദീപം ആയിട്ടുള്ള ശങ്കര ഭഗവത്പാദരുടെ ആ മാർഗം അനുസരിച്ച് ആ ഭാഷ്യത്തിലെ വരികൾ അനുസന്ധാനം ചെയ്തുകൊണ്ട് നാം നമ്മുടെ ബുദ്ധിശക്തിക്ക് ഉതകുന്ന തരത്തിൽ, ബുദ്ധിശക്തി നമ്മളെ സഹായിക്കുന്ന തരത്തിൽ, ഗ്രാഹ്യശക്തി നമുക്ക് സാധാരണ തുലവും പരിമിതമാണ്, പ്രത്യേകിച്ചും ഈ കലികാലത്ത്. എങ്കിലും സർവജ്ഞനായ ഭഗവത്പാദർ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഈ ഉപനിഷത്തുക്കളെ വ്യാഖ്യാനിച്ചു തരുന്നു. ആ ഉപനിഷത്ത് ഭാഷ്യങ്ങളുടെ വെളിച്ചത്തിലാണ് നമുക്ക് ഈ വേദാന്തം എന്ന ഈ ഒരു മഹാസിദ്ധാന്തത്തെക്കുറിച്ചുള്ള നമുക്ക് അറിവ് നമുക്ക് അല്പമെങ്കിലും നമുക്ക് ലഭിക്കുന്നത്. സമുദ്രത്തിന്റെ അടുത്ത് ചെന്ന് നമ്മൾ സമുദ്ര തീരത്തിൽ നിന്നുകൊണ്ട് കാണുമ്പോൾ ഇതാണ് സമുദ്രം എന്ന് തോന്നും. പക്ഷേ നമ്മുടെ കാഴ്ചയുടെ പരിമിതികൾ കൊണ്ട് എത്രത്തോളം നമ്മുടെ കാഴ്ച വികസിക്കുന്നുവോ അത്രയും മാത്രമുള്ള ആ സമുദ്രജലം, ആ സമുദ്രത്തെ മാത്രമാണ് നാം കാണുന്നത്. അതിനും അപ്പുറം അപാരമായ അനന്തമായ സമുദ്രം കിടപ്പുണ്ട്. അതുപോലെയാണ് ഭാഷ്യത്തിന്റെ പ്രത്യേകത. ഭാഷ്യത്തിൽ നിന്നും നമുക്ക് എത്രത്തോളം നമുക്ക് സമാഹരിച്ചെടുക്കാമോ അവരവരുടെ ബുദ്ധിശക്തി അനുസരിച്ചും ഗ്രാഹ്യശക്തി അനുസരിച്ചും സമാഹരിച്ച് എടുക്കാവുന്നതായ തത്വചിന്തകൾ, അത് പിന്നീട് ഭാഷ്യോപരിയുള്ള വ്യാഖ്യാനങ്ങളായി അവ പരിണമിച്ചു. അനേകം വ്യാഖ്യാനങ്ങളുണ്ട് ഈ ശങ്കര ഭാഷ്യത്തിന് തന്നെ. പ്രസിദ്ധരായ ആളുകൾ എല്ലാവരും വിദ്യാരണ്യസ്വാമികളുടെ ഈ ശ്ലോകരൂപത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. അങ്ങനെ ഇതിൻ്റെയൊക്കെ സഹായത്തോടു കൂടിയാണ് നമുക്ക് അല്പമെങ്കിലും ഇതിനെക്കുറിച്ചുള്ള ഒരു അറിവ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോ ആത്മാവിൽ നിന്നും ആകാശമുണ്ടായി, ആകാശത്തിൽ നിന്നും വായു, വായുവിൽ നിന്നും അഗ്നി, അഗ്നിയിൽ നിന്നും ജലം, ജലത്തിൽ നിന്നും പൃഥിവി, ഇങ്ങനെ പഞ്ചമഹാഭൂതങ്ങളുടെ സൃഷ്ടിക്ക് ശേഷം, അതിനുശേഷം പൃഥിവ്യാ ഓഷധയ ഓഷധീഭ്യോ അന്നം അന്നാത് പുരുഷ എന്നും പറഞ്ഞു. എല്ലാം ഈ പ്രാണിവർഗവും എല്ലാം തന്നെ അന്നരസ വികാരമാണ്. എല്ലാ ജന്തുക്കളും ഒരേപോലെ അന്നരസത്തിന്റെ വികാരങ്ങളാണ്. എന്നിരിക്കെ അന്നാത് പുരുഷ എന്ന് പറയാൻ കാരണം എന്താ എന്ന് ചോദിച്ചാൽ, തസ്മാത് പുരുഷ ഏവ ഗൃഹ്യത്തെ പ്രാധാന്യ. പുരുഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിലാണ്. കിം പുനഃ പ്രാധാന്യം, എങ്ങനെയാണ് മനുഷ്യൻ ഇവിടെ ബ്രഹ്മസൃഷ്ടിയിൽ പ്രാധാന്യം അർഹിക്കുന്നത്? എങ്ങനെയാണ് മനുഷ്യന് പ്രാധാന്യം വന്നു ചേരുന്നത്? ലോകത്തിൽ എവിടെ നോക്കിയാലും നമുക്ക് ഒരു പ്രാധാന്യം ഇതരം, അതായത് മുഖ്യം അമുഖ്യം എന്ന ഒരു വ്യവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. അപ്പോ ഈശ്വര സൃഷ്ടമായ എല്ലാ പ്രാണിവർഗങ്ങളിലും ഈ പറയുന്ന പുരുഷന് എന്തുകൊണ്ടാണ് പ്രാധാന്യം, അഥവാ മനുഷ്യന് എന്താണ് പ്രാധാന്യം എന്ന് ചോദിച്ചാൽ, കർമ്മജ്ഞാനാധികാര. ശ്രദ്ധിക്കുക, ഭഗവത്പാദർ എങ്ങനെയാണ് ആ അധികാരം സിദ്ധിക്കുന്നത് എന്നും പറയുന്നുണ്ട്.
കർമ്മജ്ഞാന അധികാര. കർമാചരണത്തിനും ജ്ഞാനാഭ്യാസത്തിനും അധികാരമുള്ളത് മനുഷ്യന് മാത്രമാണ്. മറ്റു പ്രാണികൾക്കെല്ലാം ചൈതന്യം പല രീതിയിലാണ്, കൂടിയും കുറഞ്ഞും ആയിരിക്കും. പക്ഷേ പൂർണ്ണമായ ചൈതന്യം, അതോടുകൂടി മനനശക്തി, ചിന്താശക്തി എന്നിവ ഉള്ളത് പൂർണ്ണമായും വികസിത രൂപമായി കാണുന്നത് ഈ മനുഷ്യനിലാണ്. അതുകൊണ്ടാണ് പറയുന്നത് കർമ്മജ്ഞാന അധികാര. എങ്ങനെയാണ് കർമ്മത്തിലേക്കുള്ള അധികാരം, എങ്ങനെയാണ് ജ്ഞാനാഭ്യാസത്തിലേക്കുള്ള അധികാരം എന്ന് ചോദിച്ചാൽ അവിടെ പറയുന്നു പുരുഷയേവ ഹി ശക്തത്വാത് അർത്ഥിത്വാത് അപര്യുതസ്തത്വാച്ച കർമ്മജ്ഞാനയോരധിക്രിയത്തെ എന്ന്. വരികൾ നോക്കുക. ഒരു കല്ല് പോലും ഇളക്കി വെക്കാൻ പറ്റാത്ത രീതിയിലുള്ള വാക്യഘടനയാണ് ഭഗവത്പാദരുടെ ആശയം മാത്രമല്ല, ആ ആശയം വിശദീകരിക്കുന്ന വാക്യങ്ങളുണ്ടല്ലോ, ആ ഭാഷ, ആ ശൈലി, അതും അനന്യസാധാരണമാണ്. മറ്റുള്ളവർക്കെല്ലാം ഒരു മാർഗം, ഒരു എന്താ പറയുക, മറ്റുള്ളവർക്ക് ഒരു മാർഗം സൃഷ്ടിച്ചു കൊടുക്കുന്നു. ഭാഷയാണെങ്കിൽ ഇങ്ങനെ വേണം പ്രയോഗിക്കാൻ എന്ന്. പുരുഷയേവ ഹി ശക്തത്വാത് അർത്ഥിത്വാത്. പുരുഷനാണ് ശക്തിയുള്ളത്. മനനശക്തിയുണ്ട്, ചിന്താശക്തിയുണ്ട്, കാര്യകാര്യങ്ങൾ വിവേകിച്ച് തിരിച്ചറിയാനുള്ള വിവേകം എന്ന് പറയുന്ന ശക്തിയുമുണ്ട്. മാത്രമല്ല അർത്ഥിത്വാത്, വിധിനിഷേധങ്ങളെ അറിയാവുന്ന സാമർഥ്യം അതുമുണ്ട് അവിടെ. അർത്ഥിത്വാത്, ശക്തത്വാത്. ശക്തം എന്ന് പറഞ്ഞാൽ വിധിനിഷേധങ്ങളെ തിരിച്ചറിയാനുള്ള. ഇപ്പോ ഒരു കീപ്പ് ലെഫ്റ്റ് എന്ന് പറഞ്ഞൊരു ബോർഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ വാഹനം ഓടിച്ചു കൊണ്ടുപോകുന്ന വ്യക്തിക്ക് അറിയാം നേരെയുള്ളത് ഒരു നോ എൻട്രി ആണ്. കീപ്പ് ലെഫ്റ്റ് എന്നും പറഞ്ഞ് ഒരു സൈൻ ബോർഡ് കാണുന്നുണ്ടെങ്കിൽ മനുഷ്യൻ ആ വഴിക്ക് കാർ ഓടിച്ചു പോകും, അല്ലെങ്കിൽ വാഹനം കടത്തിക്കൊണ്ടു പോകും. പക്ഷേ ഒരു ജന്തുവിന് കീപ്പ് ലെഫ്റ്റ് എന്നോ നോ എൻട്രി എന്നോ ഇതൊന്നും മനസ്സിലാക്കാനുള്ള ശക്തിയില്ല. അപ്പോ ശക്തത്വാത്, വിധിനിഷേധങ്ങൾ അറിഞ്ഞുകൊണ്ട്, ഇത് ലൗകികമായ വിധിനിഷേധം. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ സമൂഹ ജീവിതത്തിൽ, നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലെല്ലാം വിധിനിഷേധങ്ങളുണ്ട്. വിധിനിഷേധങ്ങളെല്ലാം നമ്മുടെ ആർഷ പരമ്പരയിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ്. ആ വിധിനിഷേധങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാനും അർത്ഥിത്വാത്, അതാണ് പ്രധാനം. അർത്ഥിത്വാത്, അർത്ഥിയാണ്. പ്രാർത്ഥനയുണ്ട്, മാത്രമല്ല അർത്ഥിയാണ്. ആഗ്രഹങ്ങളുണ്ട്, പുരുഷാർത്ഥങ്ങളുണ്ട്. മനുഷ്യൻ പുരുഷാർത്ഥങ്ങൾ സാധിച്ചു തരാനാണല്ലോ കർമ്മം അവിടെ പ്രയോജനപ്പെടുന്നത്. പുരുഷാർത്ഥങ്ങൾ, അതായത് ധർമ്മ ആചരണത്തിന് ഉതകുന്നതായ അർത്ഥം, ധർമാർത്ഥങ്ങളെ അവയുടെ നിയന്ത്രണത്തിൽ ധർമാപേക്ഷമായും അർത്ഥാപേക്ഷമായുമുള്ള കാമം, പിന്നെ ജ്ഞാനാഭ്യാസം കൊണ്ട് സാധ്യമാകുന്ന മോക്ഷം. അപ്പൊ ഇങ്ങനെ വിധി നിഷേധങ്ങളിലൂടെ ഇവയെല്ലാം തിരിച്ചറിയുവാനുള്ള സാമർഥ്യവും അർത്ഥിത്വാത് അപര്യുതസ്തത്വാച്ച. അപ്പോ പ്രാർത്ഥിക്കുക കൊണ്ടും നിഷേധിക്കപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ടും ഇന്നത് ചെയ്യുക, ഇന്നത് ചെയ്യാതിരിക്കുക, നമുക്കത് ചൂസ് ചെയ്യാം. അത് ചൂസ് ചെയ്യുന്ന വഴി നമ്മുടെ മാർഗം ശരിയായ മാർഗമാണോ എന്ന് നമുക്ക് പതേ ഓരോ ചുവട് വയ്ക്കും തോറും നമുക്കത് മനസ്സിലാക്കാനും കഴിയും. അതുകൊണ്ട് കർമ്മജ്ഞാനയോരധിക്രിയത്തെ. അപ്പോ അർത്ഥിയും വിദ്വാനും സമർത്ഥനുമായ ഒരു വ്യക്തിക്ക് മാത്രമേ, ഒരു പുരുഷന് മാത്രമേ കർമാചരണത്തിലും
ജ്ഞാനാഭ്യാസത്തിലും അധികാരിയാകാൻ കഴിയുകയുള്ളൂ. പശു പക്ഷി മൃഗാദികൾക്കൊന്നുമില്ല. അവയിലൊക്കെ ഉള്ളതായ ചൈതന്യമുണ്ടെന്നല്ലാതെ അവയ്ക്കൊന്നും ഇത്തരത്തിലുള്ള ശക്തിയോ അതുപോലെ വിവേചനമോ അതുപോലെ തന്നെ സാമർഥ്യമോ ഇല്ല. ഇവയെല്ലാം ഒത്തിണങ്ങി വന്നിട്ടുള്ളതാണ് പുരുഷൻ. അതുകൊണ്ട് പുരുഷേതു ആവിസ്തരാം ആത്മാ സഹി പ്രജ്ഞാനേന സമ്പന്നതമോ വിജ്ഞാതം മതതി വിജ്ഞാതം പശ്യതി വേദ ശ്വസ്തനം വേദ ലോകാലോകോ മർത്യേന അമൃതമീക്ഷതി ഏവം സമ്പന്നഃ അഥ ഇതരേഷാം പശൂനാം അശനായാപി പാസേ ഏവ അഭിവിജ്ഞാനം ഇതി ശ്രുത്യന്തര ദർശനാത് എന്ന് ഛാന്തോഗ്യ ഇതില് പറയുന്നുണ്ട്. ഛാന്തോഗ്യത്തില് പുരുഷേതു ആവിസ്തരാം ആത്മാ, പുരുഷനിലാണ് ഈ ആത്മ എന്ന ചൈതന്യം ഏറ്റവും കൂടുതൽ പ്രകടമായിട്ടുള്ളത്. ആവിസ്തരാം ആത്മാ, എവിടെയായാലും പുരുഷ ശരീരത്തിൽ മാത്രമാണ് ഈ ചൈതന്യം, അല്ലെങ്കിൽ പുരുഷൻ എന്ന് പറയുന്നത് ജീവാത്മാവാണല്ലോ. അപ്പൊ ഈ ജീവാത്മാവിലാണ് ആവിസ്തരാം ആത്മാ, ആത്മാവ് ഏറ്റവും പ്രകടമായിരിക്കുന്നത്. അഹം ആത്മാ എന്ന് പറയുന്നുണ്ടല്ലോ. അഹം എന്നുള്ള ആ ഒരു ബോധം തന്നെയാണ് ഇവിടെ ആത്മാവ് പ്രകടമായിട്ടുള്ളത് എന്നതിൻ്റെ തെളിവ്. അപ്പോ സഹി പ്രജ്ഞാനേന സമ്പന്നതമോ വിജ്ഞാതം വദതി, ആ പുരുഷൻ മാത്രമാണ് പ്രജ്ഞാനം കൊണ്ട് ഏറ്റവും സമ്പന്നൻ. പ്രകർഷേണ ജ്ഞാനം, അതാണ് പ്രജ്ഞാനം. ഇപ്പോ തീയുടെ അടുത്ത് പോയാൽ അത് തുടരുത് എന്നുള്ളതാണ്. അതിശൈത്യമായ വെള്ളത്തിൽ കൈവയ്ക്കരുത് എന്ന് വിശേഷ ജ്ഞാനമുള്ളത് ഈ പുരുഷന് മാത്രമാണ്. അവൻ അറിയുന്നതിനെ പറയുന്നു. വിജ്ഞാതം വദതി വിജ്ഞാതം പശ്യതി, അറിയുന്നതിനെ പറയുന്നു, അറിയുന്നതിനെ കാണുന്നു. ശ്വസ്തനം വേദ ലോകാലോകവും, ശ്വസ്തനം നാളത്തെ കാര്യം എന്നറിയുന്നു. നാളെ മഴ പെയ്യും, അല്ലെങ്കിൽ നാളെ മഴയുണ്ടാവില്ല, നാളെ ചക്രവാത ചുഴിയായിരിക്കും എന്നുള്ളതെല്ലാം പല നിരീക്ഷണങ്ങൾ കൊണ്ടും പല സൂചനകൾ കൊണ്ടും മനസ്സിലാക്കുന്നവനാണ് പുരുഷൻ. അവൻ അറിയുന്നതിനെ പറയുന്നു, അറിയുന്നതിനെ കാണുന്നു. ശ്വസ്തനം വേദ ലോകാലോകവും, ലോകാലോകം എന്ന് പറഞ്ഞാൽ സ്വർഗവും നരകവും എന്നർത്ഥം, അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ ഇഹലോകവും പരലോകവും എന്നും പറയാം. ലോകാലോകത്തിന് അങ്ങനെ ഒരർത്ഥം പറയുന്നുണ്ട്. ഭാഷ്യങ്ങളിലൊക്കെ വ്യാഖ്യാനങ്ങൾ കാണുന്നുണ്ട്. സ്വർഗവും നരകവും. ലോകാലോകം ഇഹലോകവും പരലോകവും അറിയുന്നു. ഇനി അടുത്തത് മർത്യേന അമൃതമീക്ഷതി, നശ്വരമായ മർത്യേന, മർത്യം എന്ന് പറഞ്ഞാൽ മരണധർമ്മ ഉള്ളത്, അതുകൊണ്ടാണ് നമുക്ക് മർത്യൻ എന്ന പേര്. മരണം എന്ന ധർമ്മം ഉള്ളത് കൊണ്ടാണ് നമുക്ക് മർത്യൻ എന്ന പേര്. അപ്പോ മർത്യേന അമൃതമീക്ഷതി, അതായത് നശ്വരമായ മരിക്കുന്നതായ ഈ ജ്ഞാനകർമ്മ സാധനങ്ങൾ കൊണ്ട് അമൃതമീക്ഷതി, അമൃതമായ അനശ്വരമായ മോക്ഷഫലം, അക്ഷയമായ ഫലത്തെ സമ്പാദിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഏവം സമ്പന്നഃ അഥ ഇതരേഷാം ബഹൂനാം അശനായ പിവാസ ഏവ അഭിവിജ്ഞാനം. അപ്പൊ ഈ യോഗ്യതയെല്ലാം തികഞ്ഞത് പുരുഷന് മാത്രമാണ്. ശ്രദ്ധിക്കുക. ഒരു തരം ഈ സാധാരണ പറയാറുള്ള പോലെ സൈക്കോളജി എന്നോ സൈക്യാട്രി എന്നോ ഒക്കെ പറയുന്നത് പോലെ ഉള്ള ഒരു ഉൾക്കാഴ്ച നമുക്ക് തരുന്നതാണ്. ഉൾക്കാഴ്ച നമുക്ക് തരുന്നതാണ് സാധാരണ സൈക്കോളജി എന്ന് പറയുന്നത്, അതാണല്ലോ. ഇനി മറ്റുള്ളവയ്ക്കോ, പശുപക്ഷി മൃഗാദികൾക്കെല്ലാം എന്താണ്? വിശപ്പും ദാഹവും മറ്റും അവയെക്കുറിച്ചുള്ള അറിവ് മാത്രമേ ഉള്ളൂ. പശൂനാം അശനായ പിപാസേ, അശന എന്ന് പറഞ്ഞാൽ വിശപ്പ്,
പിപാസ ദാഹം. അശനായ പിപാസേ, അശനവും അതായത് അശന വിശപ്പ്, പിപാസ ദാഹം, ഇവ മനസ്സിലാക്കി അറിയാനുള്ള സാമർഥ്യം മാത്രമേ അവയ്ക്കുള്ളൂ. ഏവ അഭിവിജ്ഞാനം. അപ്പൊ വിശപ്പും ദാഹവും മറ്റും സംബന്ധിച്ചിട്ടുള്ള വിജ്ഞാനം മാത്രമേ പശു പക്ഷി മൃഗാദികൾക്കൊക്കെ ഉള്ളൂ. എന്താ ഇതിന് വേറൊരു പ്രമാണവും തരുന്നു. അതുകൊണ്ടാണ് ഇവിടെ പുരുഷന് പ്രാധാന്യം നൽകുന്നത്. പുരുഷൻ എന്ന് പറഞ്ഞാൽ പുരുഷൻ സ്ത്രീ എന്നുള്ള രീതിയിലെ പുരുഷനല്ല, മനുഷ്യൻ എന്ന് മനസ്സിലാക്കി എടുത്തോളാം. സഹി പുരുഷ ഇഹ വിദ്യയാ ആന്തരതപം ബ്രഹ്മസംക്രാമയിതുമിഷ്ട. ഈ പറഞ്ഞ പുരുഷൻ ഈ വിദ്യ കൊണ്ട്, ഉപാസന കൊണ്ട് ഏറ്റവും ആന്തരതമായ ബ്രഹ്മത്തിൽ സംക്രമിപ്പിക്കണം. തന്നെ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള വസ്തുവിൽ, ആന്തരതമമായിട്ടുള്ള, കാരണം ഇവിടെ പറഞ്ഞുകൊണ്ട് വരികയാണ്, അതായത് അന്നമയ കോശം, അതിൽ അന്തർഗതമായ പ്രാണമയ കോശം, അതിൻ്റെ ഉള്ളിലുള്ള മനോമയ കോശം, അതിൻ്റെ ഉള്ളിലുള്ള വിജ്ഞാനമയ കോശം, അതിൻ്റെ ഉള്ളിലുള്ളതായ ആനന്ദമയ കോശം, അതിലുമുള്ളതായ ആത്മസ്വരൂപം ചൈതന്യത്തെ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് വിദ്യയ ആന്തരതമം ബ്രഹ്മ എന്ന് പറഞ്ഞത്. ഏറ്റവും ഉള്ളിലായിട്ടുള്ളതായ ബ്രഹ്മത്തിൽ സംക്രമിപ്പിക്കേണ്ടതാണ്. സംക്രമിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? തൻ്റെ ജീവചൈതന്യം, തൻ്റെ ജീവ ആത്മാവ് ഏറ്റവും ഉള്ളിലുള്ളതായ ആ ബ്രഹ്മവുമായിട്ടുള്ളതായ അഭേദജ്ഞാനം. അഭേദജ്ഞാനമാണ് അദ്വൈതത്തിന്റെ ലക്ഷ്യം. തസ്യ ബാഹ്യ ആകാരവിശേഷേഷു അനാത്മസു ആത്മഭാവിത ബുദ്ധി വിനാ ആലംബന വിശേഷം കഞ്ചിത് സഹസ അന്തരതമ അപ്രത്യേകാത്മവിഷയ നിരാലംബനാച കർത്തൃം അശക്യേതി ദൃഷ്ടശരീരാത്മ സാമാന്യകൽപ്പനയാ ശാഖാചന്ദ്ര നിദർശനവത് അന്തഃപ്രവേശയന്നാഹ. അപ്പൊ എങ്ങനെയാണ് ഈ ഉള്ളിലേക്ക് പോകാൻ ആന്തരദൃഷ്ടി എങ്ങനെയാണ് അത് സാധിക്കുന്നത്? അതിനുള്ള ഒരു മാർഗമാണ് ഇവിടെ ഉപദേശിച്ചു തരുന്നത്. ഈ മേൽപ്പറഞ്ഞ വിദ്യ കൊണ്ട്, ഈ ഉപാസന കൊണ്ട് ഏറ്റവും ഉള്ളിലുള്ള ബ്രഹ്മതത്വത്തെ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ബ്രഹ്മസംക്രാമയിതും ഇഷ്ട തസ്യ ബാഹ്യ ആകാരവിശേഷേഷു അനാത്മസു. ബാഹ്യമായ ആകാരവിശേഷം, സ്വരൂപവിശേഷങ്ങളോട് കൂടിയ വിശേഷണങ്ങളിൽ ആത്മാവ് എന്ന ഭാവനയോടുകൂടി അവന്റെ ബുദ്ധിയെ ക്രമേണ ഒരു വിശേഷത്തെയും അവലംബിക്കാതെ പെട്ടെന്ന് ഏറ്റവും ഉള്ളിലുള്ള പ്രത്യേകാത്മാവിനെ വിഷയീകരിക്കുവാൻ സാധ്യമല്ലാത്തത് കൊണ്ട്, പെട്ടെന്ന് പറയാ ബ്രഹ്മസത്യം, ബ്രഹ്മം തൻ്റെ ഉള്ളിലുള്ളതാണ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല. ക്രമേണ, അതാണ് ശാഖാചന്ദ്രവത് എന്ന് പറയുന്നത്. ആന്തരതമ പ്രത്യേകാത്മവിഷയ നിരാലംബന സാധ്യമല്ലാത്തത് കൊണ്ട് ഏറ്റവും ഉള്ളിലുള്ള പ്രത്യേകാത്മാവ്, ആ പ്രത്യേകാത്മാവാണ് ബ്രഹ്മം എന്ന് വിഷയീകരിക്കാനും നിരാലംബനവുമാക്കി തീർക്കാൻ. ബാക്കിയുള്ള വിജ്ഞാനങ്ങളെല്ലാം സാലംബനമാണ്, ഏതെങ്കിലും ഒന്നിനെ ആശ്രയിച്ച് നിൽക്കുകയാണ്. പക്ഷേ ഈ ബ്രഹ്മ അവഗതി എന്നുള്ളത് നിരാലംബനം, ഒന്നിനെയും ആശ്രയിക്കാത്തതാണ്. അത് സാധിക്കാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നു? ദൃഷ്ടമായ ഈ ശരീരം, നമ്മുടെ ഈ ശരീരം, ഇതാണ് അന്നമയ കോശം, അതിന് ആത്മസാമ്യം കൽപ്പിച്ച് ദൃഷ്ടശരീര ആത്മസാമാന്യ കൽപ്പനയാ ശാഖാചന്ദ്ര നിദർശനവത്. ശാഖാചന്ദ്ര ന്യായം. കുട്ടികൾക്ക് ഊണ് കൊടുക്കുമ്പോൾ അമ്പിളിയമ്മാവനെ കണ്ടോ എന്ന് അമ്മ ചോദിക്കും. പുറത്തേക്ക് കൊണ്ട് നിർത്തി കുട്ടിയെ ഒക്കത്ത് വെച്ചുകൊണ്ട് കയ്യിലുള്ള പ്ലേറ്റിൽ നിന്നും ചോറ് പതുക്കെ കുട്ടിക്ക് കൊടുക്കുമ്പോൾ അമ്പിളിയമ്മാവനെ കണ്ടോ മോനെ? അപ്പൊ അമ്പിളിയമ്മാവൻ എവിടെ എന്ന് ഈ കുട്ടി അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കും. ദേ ആ മരത്തിനെ കാണുക, ആ മരത്തിന്റെ ആ സൈഡിൽ ഒന്ന് നോക്കൂ, ഒരു 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 കൊമ്പ് കാണുന്നില്ലേ? ഉണ്ട്. അതിന്റെ അറ്റത്ത് നോക്കൂ, ഇപ്പൊ കാണുന്നു, ഒരു ലൈറ്റ് പോലെ കാണുന്നില്ലേ? അതാണ് അമ്പിളി അമ്മാവൻ.
എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ശാഖ ചന്ദ്ര നിദർശനവത്, ശാഖാചന്ദ്ര എന്ന ഉദാഹരണത്തിലൂടെ അതുപോലെ അന്തഃപ്രവേശയന്നാഹ, ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുവാൻ നമ്മുടെ ദൃഷ്ടിയെ ഉള്ളിലേക്ക് തന്നെ തിരിച്ചുവിടണം. ബഹിർദൃഷ്ടിയായിരിക്കുന്ന അതിനെ പ്രത്യാഹാരം എന്ന് പറയും യോഗശാസ്ത്രത്തിൽ. പ്രാണായാമ പ്രത്യാഹാരം അഷ്ടാംഗ യോഗങ്ങളിൽ പറയുന്നുണ്ട്. യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി എന്ന്. അത് ഉള്ളിലേക്ക് തന്നെ എല്ലാം തിരിച്ചുവിടണം. എല്ലാ ഇന്ദ്രിയങ്ങളെയും അവയെ നിരോധനം ചെയ്തുകൊണ്ട്. എന്നിട്ടോ നമ്മുടെ ഈ ശരീരമുണ്ടല്ലോ, ഈ ശരീരമാണ് തസ്യ ഇതമേവ ശിരഃ, ഇതാണ് ശിരസ്. അസ്യ പുരുഷസ്യ അന്നരസമയസ്യ ഇതമേവ ശിരഃ പ്രസിദ്ധം. അപ്പൊ അന്നരസമയനായ ഈ പുരുഷന് പ്രസിദ്ധമായിട്ടുള്ളത് തന്നെയാണ് ശിരസ്. പ്രസിദ്ധമായ നമ്മുടെ ശിരസ് ഒരു പക്ഷി രൂപത്തിലാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് ശിരസ്. എന്നിട്ടോ പ്രാണമയാദിഷു ശിരസാം ശിരസ്ത്വ ദർശനാത് ഇഹാപി തത് പ്രസംഗോ മാഭൂതിഥി ഇതമേവ ശിരഃ ഇത്യുച്യത്തെ. ഇപ്പൊ ശിരസ് ഇല്ലാത്തവയ്ക്ക് ശിരസിന്റെ സ്ഥാനം കൽപ്പിച്ചു കാണുന്നത് കൊണ്ട് ഇവിടെയും അതുപോലെയാണെന്ന് വിചാരിച്ചു പോകരുത്, ഇതാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് എന്നതിന് വേണ്ടി ഇത് പറഞ്ഞു തരികയാണ്. പ്രാണമയാദിഷു അശിരസാം, പ്രാണമയാദികൾക്കൊക്കെ ശിരസ്സുണ്ടോ എന്ന് ചോദിച്ചാൽ എവിടെ നിന്ന് പറയേണ്ടി വരും? അന്നമയമായ ഈ ശരീരത്തിന് ശിരസ്സുണ്ട്. ഇവിടെ അന്നമയ കോശത്തിന് ഒരു പ്രത്യക്ഷമായ പ്രസിദ്ധമായ ശിരസ്സുണ്ട്. പ്രാണമയാദികൾക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ ശിരസിന്റെ സ്ഥാനം സങ്കല്പിച്ചു കൊടുക്കുന്നുണ്ട് പിന്നീട്. അതുകൊണ്ട് ഇതുപോലെ കരുതണം എന്ന് സൂചിപ്പിക്കുന്നു. ഇതുപോലെ തന്നെ ഏവം പക്ഷാദിഷു യോജന അയം ദക്ഷിണോ ബാഹുഹു എന്ന്. കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുന്നവന്റെ വലത്തെ കൈ തന്നെയാണ് ചിറക്, വലത്തെ ചിറക്. കിഴക്കോട്ട് ദർശനം, കിഴക്കോട്ട് നാം അഭിമുഖമായി നിൽക്കുമ്പോൾ, സൂര്യൻ ഉദിക്കുന്ന ദിക്ക് നോക്കി നാം അഭിമുഖമായി നിൽക്കുമ്പോൾ ഉള്ള വലത്തെ ഭാഗം, ആ വലത്തെ ഭാഗത്തിന് ദക്ഷിണോ ബാഹുഹു, അയം ദക്ഷിണോ ബാഹുഹു പൂർവാഭിമുഖസ്യ ദക്ഷിണ പക്ഷ, അതാണ് ചിറക്, വലത്തെ ചിറക്. ഇനി അയം സവ്യോ ബാഹുഹു ഉത്തര പക്ഷ, ഇടത്തെ കയ്യ്, സൂര്യൻ ഉദിക്കുന്ന ദിക്ക് നോക്കി നിൽക്കുമ്പോൾ ഉള്ള ഇടത്തെ കയ്യ്, ഇടത്തെ ഭാഗമാണ് ഈ പറയുന്ന ഉത്തരപക്ഷ, ഇടത്തെ പക്ഷം, ചിറക്. അയം മധ്യമോ ദേഹഭാഗ ആത്മാ, മധ്യഭാഗം നമ്മുടെ ഈ ശരീരം, ഇതാണ് മധ്യഭാഗമാണ് ആത്മാ. അംഗാനാം, ഇവിടെയാണ് നമ്മുടെ ആത്മാവുള്ളത് എന്ന് പറയുന്നു. മധ്യമായ ദേഹഭാഗം അംഗങ്ങളുടെ ആത്മാവാകുന്നു. ആത്മാവെന്ന് പറഞ്ഞാൽ ആത്മാവല്ല, ആത്മസ്ഥാനീയൻ, പ്രാധാന്യം കൊണ്ട് അംഗങ്ങളുടെ ആത്മാവാകുന്നു. മധ്യം ഹി ഏഷ അംഗാനാം അയമാത്മാ, മധ്യഭാഗം ഈ അംഗങ്ങൾ ആത്മാവാകുന്നു എന്ന ശ്രുതിയുമുണ്ട്. ഇനി അയം മധ്യമോ ദേഹഭാഗ ആത്മാ അംഗാനാം മധ്യം ഹി യേഷാം അംഗാനാം ആത്മാ ഇത് ശ്രുതേഹേ ഇതമിതി നാഭേരതസ്താത് യദംഗം തത് പുച്ഛം. നാഭിക്ക് താഴെയുള്ള നമ്മുടെ തൊട, ഇടുപ്പ്, തൊട, മുട്ട്, പാണി, കാലുകൾ എന്നിവയെല്ലാമാണ് പുച്ഛം എന്ന് പറയപ്പെടുന്നത്. പുച്ഛം എന്ന് പറഞ്ഞാൽ വാലെന്നാണ് അർത്ഥം. ഇവിടെ പുച്ഛ ശബ്ദത്തിന് ആധാരം എന്നാണ് അർത്ഥം. കാലുകൾ തറയിൽ ഊന്നി നിൽക്കുമ്പോൾ നിൽക്കുന്നത് കൊണ്ടാണല്ലോ നമുക്ക് നിൽക്കാൻ സാധിക്കുന്നത്. അപ്പൊ ആധാരമായിട്ടുള്ളത് കാലുകളാണ്. അങ്ങനെ ഇതമിതി നാഭേരധസ്താത് യദംഗം തത് പുച്ഛം പ്രതിഷ്ഠ. ആ പുച്ഛം എന്ന് പറഞ്ഞാൽ അതിനാണ് പ്രതിഷ്ഠ എന്ന് പറയുന്നത്. പുച്ഛം എന്ന് പറഞ്ഞാൽ വാലെന്നാണ് സാധാരണ അർത്ഥം. ഇവിടെ ആധാരം. പ്രതിഷ്ഠതി അനയാ ഇതി പ്രതിഷ്ഠ പുച്ഛമിവ പുച്ഛം. കീഴ്പോട്ട് തൂങ്ങുന്നത് എന്ന അർത്ഥത്തിൽ, ഇപ്പൊ പശുവിന്റെ വാല് പോലെ കീഴോട്ട് തൂങ്ങുക എന്ന സാദൃശ്യം കൊണ്ട്
പുച്ഛം പോലെ ഇരിക്കുന്ന അർത്ഥത്തിലായതുകൊണ്ടാണ് പുച്ഛം എന്ന് പറഞ്ഞത്. അധോലംബന സാമാന്യാത് യഥാ ഗോഹോ പുച്ഛം. പശുവിന്റെ വാല് പോലെ താഴോട്ടുള്ള ഭാഗം എന്നർത്ഥം ഉള്ളത് കൊണ്ട് കാലുകൾ ഒരിക്കലും മേൽപോട്ടാകാൻ പറ്റില്ല, കാലുകൾ താഴോട്ട് തന്നെയാണ്. അങ്ങനെ ഈ നമ്മുടെ ശരീരത്തെ ഒരു പക്ഷിയുടെ ആകൃതിയിലാക്കിക്കൊണ്ട് ശിരസ് നമ്മുടെ പ്രസിദ്ധമായ ശിരസ്, മധ്യഭാഗം, വലത്തെ കൈ, ഇടത്തെ കാലുകൾ, പുച്ഛം എന്ന രീതിയിൽ ഇവിടെ രൂപകപ്പെടുത്തി പറയുന്നു. ഏതത് പ്രകൃത്യ ഉത്തരേഷാം പ്രാണമയാദീനാം രൂപകത്വസിദ്ധി. ഈ പ്രകൃതി അനുസരിച്ച് എങ്ങനെ മൂഷാനിഷിക്ത ദ്രുത താമ്ര പ്രതിഭാവത്ത്, ഇതിന്റെ ഉള്ളിൽ ഒരു പ്രാണമയ കോശം, ഇതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു മനോമയ കോശം, അതിൻ്റെ ഉള്ളിൽ ഒരു വിജ്ഞാനമയ കോശം, അതിൻ്റെ ഉള്ളിൽ ഒരു ആനന്ദമയ കോശം, അതിൻ്റെ ഉള്ളിലാണ് ആത്മാവ്. എങ്ങനെ പ്രകൃത്യ ഉത്തരേഷാം പ്രാണമയാദീനാം രൂപകത്വസിദ്ധി. രൂപകത്വം തദ്രൂപമാണ് എന്ന് പറയുന്നു. ഇതിന്റെ ഉള്ളിൽ തന്നെ ഇപ്പൊ മൂഷയിൽ ഒഴിച്ചു വെച്ച ചെമ്പ് പോലെ എന്നർത്ഥം. മൂഷാനിഷിക്ത ദ്രുത താമ്ര പ്രതിമാവത്ത്. ഒരു ചെമ്പ് കൊണ്ടൊരു ശില നിർമ്മിക്കണമെങ്കിൽ, ഒരു പ്രതിമ നിർമ്മിക്കണമെങ്കിൽ അതിനൊരു മൂഷയുണ്ടാവും. ആ മൂഷയിലേക്ക് ഉരുക്കിയ താമ്രം, ഉരുക്കിയ ചെമ്പ് ഒഴിച്ച് കഴിഞ്ഞാൽ ആ ഉരുക്കിയ ആ ദ്രവം, താമ്രത്തിന്റെ ദ്രവം, അത് ദൃഢമായി കുറച്ചു കഴിഞ്ഞ് മൂഷ മാറ്റിക്കഴിഞ്ഞാൽ ആ രൂപത്തിലാവും, ഒരു പ്രതിമയുടെ രൂപത്തിലാവും. എന്നതുപോലെ ഇതിൻ്റെ ഉള്ളിൽ ഇതേ രീതിയിലാണ് പ്രാണമയകോശം, അതിൻ്റെയും ഉള്ളിൽ അതേ രീതിയിലാണ് മനോമയകോശം എന്ന നിലയ്ക്ക് ധൃതതാമ്ര പ്രതിമാവത് തദപ്യേഷ ശ്ലോകോ ഭവതി അത്തത് തസ്മിന്നേവ അർത്ഥേ ബ്രാഹ്മണോക്തേ അന്നമയാത്മപ്രകാശകേ ഏഷ ശ്ലോകോ മന്ത്രോ ഭവതി എന്ന്. അപ്പൊ ആ ആത്മാവിനെ തന്നെ പ്രകാശിപ്പിക്കുന്നതായ ഒരു ശ്ലോകം മന്ത്രബ്രാഹ്മണത്തിൽ പറയപ്പെടുകയും ചെയ്യുന്നു. എന്താ ആ മന്ത്രം എന്ന് ചോദിച്ചാൽ, അന്നാത്വൈ പ്രജാ പ്രജായന്തേ യാ കാശ്ച പൃഥിവീം ശ്രുതാഃ അഥോ അന്നേനേവ ജീവന്തി അഥേനത് അപ്യന്ത്യന്തതഃ അന്നം ഹി ഭൂതാനാം ജ്യേഷ്ഠം തസ്മാത് സർവൗഷധമുച്യത്തെ സർവം വൈത്തെ അന്നമാപ്നുവന്തി യേ അന്നം ബ്രഹ്മോപാസത്തെ അന്നം ഹി ഭൂതാനാം ജ്യേഷ്ഠം തസ്മാത് സർവൗഷധമുച്യത്തെ അന്നാത് ഭൂതാനി ജായന്തെ ജാതാന്യന്യേന വർദ്ധന്തെ അദ്യത്തെ അത്തി ച ഭൂതാനി തസ്മാത് അന്നം തദുച്യത ഇതി തസ്മാത് വാ ഏതദന്ന രസമയാത് അന്യോന്തരാത്മാ പ്രാണമയഃ എന്ന്. ഇനി പ്രാണമയത്തെ ഉള്ള വിശദീകരണം പിന്നീട് തുടങ്ങും. അപ്പോ ഈ അന്നമയ കോശത്തിന്റെ ഈ പ്രത്യേകതകളെ മനസ്സിലാക്കി തരുന്നതായ ഒരു ശ്ലോകം മന്ത്രബ്രാഹ്മണത്തിൽ ഉണ്ട്. ഏതാ? അന്നാദ്വൈ പ്രജാ പ്രജായന്തേ യാഃ കാശ്ച പൃഥിവീം ശ്രുതാഃ. ഈ പൃഥിവിയെ ആശ്രയിച്ചിരിക്കുന്നതായ എല്ലാ പ്രജകളും, പ്രജകൾ എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം. അന്നാദ്വൈ പ്രജായന്തേ. അന്നാദ് വൈ, വൈ എന്ന് പറഞ്ഞാൽ അന്നത്തിൽ നിന്നുമാണല്ലോ എന്ന് ഉറപ്പിക്കുകയാണ്. അതിന്റെ ധാർഷ്ട്യം, അതിന്റെ ദൃഢത നൽകുകയാണ്. അന്നാദ്വൈ പ്രജാ പ്രജായന്തേ യാഃ കാശ്ച പൃഥിവീം ശ്രുതാഃ. പൃഥിവീം ശ്രുതാഃ, പൃഥിവിയെ ആശ്രയിച്ചിരിക്കുന്ന, പൃഥിവിയിൽ നിന്നും ഉണ്ടാകുന്നതായ എല്ലാ പ്രജകളും, സ്ഥാവര ജംഗമങ്ങളെല്ലാം അന്നാദ്വൈ, അന്നത്തിൽ നിന്നാണ് പ്രജായന്തേ ഉണ്ടാകുന്നത്. അഥോ അന്നേനേവ ജീവന്തി. അനന്തരം ഉണ്ടായതിന്റെ ശേഷം അന്നേന ഏവ, അന്നം കൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത്, ജീവന്തി. അഥ പിന്നെ അന്തതഃ അന്നമപിയന്തി അഥേനതപിയന്തതഃ എന്ന് ഉപനിഷദ് വാക്യം. അഥോ അന്നേനേവ ജീവന്തി അഥേനത്
അഥേനം ഏനദപി അന്തി അന്തതഃ അഥ പിന്നെ അന്തതഃ ഒടുവിൽ അന്നം അന്തി അന്നത്തിൽ തന്നെ തിരികെ ലയിക്കുകയും ചെയ്യുന്നു. സാധാരണ പറയാറുണ്ടല്ലോ, മണ്ണിൽ നിന്ന് ജനിച്ച മനുഷ്യൻ മണ്ണിലേക്ക് തന്നെ പോകുന്നു. നമ്മൾ ആ സിദ്ധാന്തമല്ല. നമ്മളെ സംബന്ധിച്ച് പാഞ്ചഭൗതികമായ ശരീരം അത് പോകുമ്പോൾ അത് ദഹിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ പാഞ്ചഭൗതികമായി തീരുന്നു. നമ്മുടെ ശരീരത്തിലുള്ള പൃഥിവിയിലേക്കും മഹാപൃഥിവിയിലേക്കും, നമ്മുടെ ശരീരത്തിലുള്ള വായു മഹാവായുവിലേക്കും, രസത്തിലേക്ക്, ഇങ്ങനെ അവയെല്ലാം തന്നെ മഹാഭൂതങ്ങളിലേക്ക് ലയിക്കുന്നു. അതുകൊണ്ടാണ് സംസ്കൃതത്തിൽ പറയുന്നത് പഞ്ചത്വം ഗതഃ എന്ന് പറയും. മരിച്ചു കഴിഞ്ഞാൽ പഞ്ചത്വം ഗതഃ എന്ന് പറഞ്ഞാൽ പഞ്ചഭൂത ആത്മകത്വം ഗതഃ. പാഞ്ചഭൗതികമായ ഈ ശരീരം ദഹനം കൊണ്ട് പഞ്ചഭൂതങ്ങളിലേക്ക് തന്നെ ലയിക്കുന്നു. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അന്തതഃ അന്നമപി യന്തി, ഒടുവിൽ അന്നത്തിൽ തന്നെ തിരികെ ലയിക്കുകയും ചെയ്യുന്നു. അന്നം ഹി ഭൂതാനാം ജ്യേഷ്ഠം, അന്നമാണല്ലോ ഈ ഭൂതങ്ങൾക്ക്, പ്രാണിവർഗങ്ങൾക്ക് ജ്യേഷ്ഠം, അതിന് മുമ്പായി ജനിച്ചിട്ടുള്ളത്. കാരണം ഭൂതസൃഷ്ടി കഴിഞ്ഞാണ് ഭൗതിക സൃഷ്ടികൾ വരുന്നത്. ഭൂതസൃഷ്ടി പിന്നീട് ഭൗതിക സൃഷ്ടികൾ. പഞ്ചമഹാഭൂതങ്ങളെയും സൃഷ്ടിച്ച ശേഷം ആ പഞ്ചമഹാഭൂതങ്ങളിലെ പ്രത്യേകം ഒരു ടെക്നിക് ഉണ്ടത് ആ സൃഷ്ടിയുടെ, പിന്നീട് ഇതിൽ പറയുന്നുണ്ട്. അപ്പോ ഭൗതികമായ സൃഷ്ടികളെല്ലാം ഭൂതങ്ങളിൽ നിന്നുമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അവയ്ക്ക് ഭൗതികം എന്നുള്ള പേര് കിട്ടുന്നത്, ഭൂതത്തിൽ നിന്നും ഉണ്ടായത്. അപ്പൊ അന്നം ഹി ഭൂതാനാം ജ്യേഷ്ഠം, പ്രാണികൾക്ക് ജ്യേഷ്ഠമായിട്ടുള്ളത്, പ്രാണികൾക്ക് മുമ്പേ ജനിച്ചിട്ടുള്ളത് അന്നമായതുകൊണ്ട് സർവ ഔഷധമുച്യത്തെ, എല്ലാവർക്കും ഔഷധം എന്ന്, ജീവന ഔഷധം, ജീവാതുർ ജീവൻ ഔഷധം എന്ന് പറയുന്നു. അപ്പൊ സാധാരണ ലെവലിൽ നോക്കിയാൽ ഭക്ഷണം, അന്നമില്ലാതെ നമുക്ക് ജീവിക്കാൻ, പ്രാണികൾക്ക് ജീവിക്കാൻ കഴിയുന്നതല്ല. സർവൗഷധമുച്യത്തെ. ഇനി സർവം വൈത്തെ അന്നമാപ്നുവന്തി, അതുകൊണ്ട് എല്ലാവരും അന്നത്തെ പ്രാപിക്കാനായി അവർ പ്രയത്നിക്കുന്നു, അന്നത്തെ പ്രാപിക്കുന്നു എല്ലാവരും. ഇനി ഈ അന്നം ബ്രഹ്മോപാസത്തെ, അന്നത്തെ ബ്രഹ്മമായി ഉപാസിച്ചാൽ, ഉപാസനയുടെ ആദ്യത്തെ പടിയിൽ അന്നബ്രഹ്മ ഉപാസന. അന്നം എന്ന് പറയുന്നത് നമുക്ക് ജീവ ആധാരമായിട്ടുള്ളതായ നമ്മുടെ അന്നം എന്നർത്ഥം. ഈ നമ്മുടെ സാധാരണ പറയാറുണ്ടല്ലോ, എന്താ, ഭക്ഷണമില്ലാതെ എത്ര കാലം കിടക്കാൻ പറ്റും? സാധ്യമല്ല. ഈ പണ്ട് പറയാറുണ്ടല്ലോ, എന്താ, നിരാഹാര സമരത്തിന് പോകുന്നവർ, കൂട്ടമായിട്ട് നിരാഹാര സമരത്തിന് പോകുന്നവർ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരായിട്ട് ഇറങ്ങിപ്പോവും, ആരും കാണാതെ. എന്നിട്ടോ ആരും അറിയാതെ അപ്പുറത്തെ എവിടെയെങ്ങാനും പോയി പരിചയമില്ലാത്ത ഒരു സ്ഥലത്തെ ഏതെങ്കിലും കടയിൽ, ഹോട്ടലിൽ ചെന്ന്, അല്ലെങ്കിൽ കടയിൽ ചെന്ന് പഴങ്ങളോ എന്തെങ്കിലും വാങ്ങിക്കുക, അല്ലെങ്കിൽ ഹോട്ടലിൽ ചെന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു പോരും. പിന്നെ തിരിച്ചു വന്ന് നിരാഹാര പന്തലിലേക്ക് ഇരിക്കും. ഇയാൾ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പോകും എന്ന് തമാശയ്ക്ക് പറയാറുണ്ട്. ഒറ്റയ്ക്ക് നിരാഹാരം ഇരുന്നാൽ അപകടമാണ്. കാരണം എണീറ്റ് പോയാൽ മറ്റു ആൾക്കാർ കാണും. അപ്പൊ നിരാഹാര സമരത്തിൽ കൂട്ടമായിട്ട് ചേർന്ന് ഇരിക്കുന്നതാണ് നല്ലത്. കാരണം ഓരോരുത്തരും പതുക്കെ പതുക്കെ പോയി ഭക്ഷണം കഴിച്ച് തിരിച്ചു വരുമ്പോൾ ഇവിടെ അതാരും ശ്രദ്ധിക്കുന്നതുമല്ല. എന്ന് പറയുന്നത് പോലെ അന്നം ഹി ഭൂതാനാം ജ്യേഷ്ഠം തസ്മാത് സർവൗഷധം എന്ന് പറഞ്ഞു. അന്നാത് ഭൂതാനി ജായന്തേ, അന്നത്തിൽ നിന്നുമാണല്ലോ ഭൂതങ്ങൾ ഉണ്ടാകുന്നത്. ഇവിടെ പ്രാണിവർഗമെല്ലാം ഉണ്ടാകുന്നത് അന്നത്തിൽ നിന്നാണല്ലോ. അന്നാത് പുരുഷ എന്ന് പറഞ്ഞല്ലോ. അപ്പോ ഇനി ജാതാനി, ജനിച്ച ഭൂതങ്ങളെല്ലാം തന്നെ, പ്രാണിവർഗങ്ങൾ തന്നെ അന്നേനേവ വർദ്ധന്തെ, അന്നാത് ഭൂതാനി ജായന്തേ ജാതാന്യ അന്യേന വർദ്ധന്തെ, അന്നം കൊണ്ടാണ് അവ വർദ്ധിക്കുന്നത് ക്രമേണ. പിന്നെയോ അത് കഴിഞ്ഞാൽ അദ്യത്തെ അത്തിച്ച ഭൂതാനി തസ്മാത് അന്നം തതുച്യത ഇതി,
അന്നം കൊണ്ട് അദ്യത്തെ അധിക്കപ്പെടുന്നത്, ഭക്ഷിക്കപ്പെടുന്നത്, ഭക്ഷിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ അന്നം എന്ന് പറയുന്നത്. അന്നം ഇത്യുച്യത്തെ. അദ്യത്തെ അത്തിച്ച ഭൂതാനി, ഭൂതങ്ങളെ, അദ്യത്തെ ഭൂതങ്ങളെ ഭക്ഷിക്കുന്നു. അത്തിച്ച അദ്യത്തെ അധിക്കപ്പെടുകയും ഭക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. ഭൂതങ്ങളെ അത്തിച്ച വീണ്ടും സമസ്ത പ്രാണിവർഗത്തെയും ഭക്ഷിക്കുന്നു. പ്രാണിവർഗങ്ങൾ അന്നത്തെ ഭക്ഷിക്കുന്നു, അന്നം പ്രാണിവർഗങ്ങളെ. അതുകൊണ്ടാണ് അതിന് അന്നം എന്ന് പേര് കിട്ടുന്നത്. അദ്യത്തെ അത്തിച്ച ഭൂതാനി തസ്മാത് അന്നം തദുച്യത ഇതി. തസ്മാത് വായ തസ്മാത് അന്നരസമയാത് അന്യോന്തര ആത്മാ പ്രാണമയഃ. ഈ അന്നരസവികാരമായ ഈ സ്ഥൂലദേഹം, ഇതിൽ അന്യഹ അതിന് വേറെ ഉള്ളതും അതിൽ നിന്നും വേർപെട്ട് നിൽക്കുന്നതും, അന്തരഹ അതിൻ്റെ ഉള്ളിലുള്ളതും ആയ ആത്മാ പ്രാണമയഃ, ആ ആത്മാവിനെയാണ് പ്രാണമയ ആത്മാവ് എന്ന് പറയുന്നത്. അപ്പൊ അന്നബ്രഹ്മമായി ഇനി പ്രാണബ്രഹ്മം. പ്രാണമയഃ തേനൈഷ പൂർണ്ണ. ഈ പ്രാണമയമായ ശരീരം അന്നമയമായ ശരീരത്തിന്റെ ഉള്ളിലുണ്ട്, അതുകൊണ്ട് പൂരണം ചെയ്യപ്പെടുകയാണ്. തേനൈഷ പൂർണ്ണ. അന്നരസമായ ആത്മാവ് പൂർണ്ണ, പൂർണ്ണമായിരിക്കുന്നു, നിറഞ്ഞിരിക്കുന്നു. അന്നമയ ശരീരത്തിന്റെ ഉള്ളിൽ പ്രാണമയ ശരീരം നിറഞ്ഞു കാണുന്നു എന്നർത്ഥം. ഇതേ രീതിയിൽ തന്നെ സവായേഷ പുരുഷവിധ ഏവ. ഈ പറയുന്ന പ്രാണമയമായ ആത്മാവും നേരത്തെ പറഞ്ഞ പോലെ പുരുഷന്റെ ആകൃതി പോലെ തന്നെ ആകൃതിയോട് കൂടിയതാണ്. തസ്യ പുരുഷവിധതാം, അവന്റെ അന്നരസമയന്റെ പുരുഷവിധതാം, പുരുഷാകാരതയെ അനുസരിച്ച് അയം ഈ പ്രാണമയ പുരുഷനും നിൽക്കുന്നു. അതേപോലെ കരചരണാദികളെല്ലാം ഉണ്ട്. എങ്ങനെ? തസ്യ പ്രാണയേവ ശിരഃ. ശ്രദ്ധിക്കുക, അന്നമയ ശരീരത്തിന് നമ്മുടെ പ്രസിദ്ധമായ ശിരസ് ശിരസ്ഥാനത്തിൽ ഉള്ളതുപോലെ പ്രാണമയമായ ശരീരത്തിന് അതെ, പ്രാണയേവ ശിരഃ, പ്രാണനാണ് ശിരസ്. ഇനി പ്രാണൻ എന്നുള്ളത് വൃത്തിവിശേഷം. സർവശരീരവർത്തിയായ വായുവിനെയാണ് പ്രാണൻ എന്ന് പറയുന്നത്. സ്ഥാനഭേദമനുസരിച്ച് പ്രാണൻ വ്യാനൻ, ഉദാനൻ, സമാനൻ എന്നൊക്കെ ഭേദമുണ്ട്. അങ്ങനെ പ്രാണയേവ ശിരഃ, പ്രാണൻ എന്ന് പറയുന്ന വൃത്തി വിശേഷം. പ്രാണിതി, പ്രാണി ശ്വസിക്കുന്നു. ശരീരാന്തർഗത വായു, നമ്മുടെ ശരീരം മുഴുവനും നിറഞ്ഞിരിക്കുന്ന വായുവിനെയാണ് നാം പ്രാണൻ എന്ന് പറയുന്നത്. പ്രാണയേവ ശിരഃ വ്യാനോ ദക്ഷിണ പക്ഷഃ. വ്യാനൻ എന്ന് പറയുന്ന ഒരു വായുവിന്റെ ഒരു 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 അവസ്ഥാഭേദം, അതിനെയാണ് നാം ദക്ഷിണ പക്ഷഃ, വലത്തെ ചിറകെന്ന് പറയുന്നത്. അപാനഃ, അപാനവൃത്തി, ആ വായുവിന്റെ തന്നെ മറ്റൊരു സ്ഥാനവിശേഷം കൊണ്ട് കിട്ടുന്ന പേരാണ് അപാനൻ. ഉത്തര പക്ഷഃ, അത് ഇടത്തെ ചിറകാകുന്നു. ഇനിയോ ആകാശ ആത്മാ, ആകാശത്തിന്റെ സ്ഥാനം എന്ന് പറയുന്ന വൃത്തിവിശേഷം, അതാണ് ആത്മാവാകുന്നത്. പൃഥിവി പുച്ഛം, അപാന ഉത്തര പക്ഷഃ ആകാശ ആത്മാ പൃഥിവി പുച്ഛം പ്രതിഷ്ഠ. ഇതിന് പുച്ഛമാകുന്നത് പൃഥിവിയാകുന്നു. എന്തുകൊണ്ട്? പൃഥിവി എന്ന് പറയുന്ന പൃഥിവി വികാരമായ അന്നമയമായ ശരീരമാണ് ഇതിന് പ്രതിഷ്ഠയാകുന്നത്. പൃഥിവി പുച്ഛം പ്രതിഷ്ഠ. തദപ്യേഷ ശ്ലോകോ ഭവതി എന്ന ഉപനിഷത്ത് തുടരുന്നു. അപ്പോ ഇവിടെ ഇത് പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ ആചാര്യസ്വാമികൾ ചില പ്രത്യേക
ചില ശാസ്ത്ര വിഷയങ്ങളെല്ലാം തന്നെ സൂചിപ്പിച്ച് തരുന്നുണ്ട്. ആദ്യം ഇത് ഒന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ ഗ്രഹിക്കാം. ഇപ്പൊ ഭൂമിയിലുള്ള എല്ലാ ജീവികളും ഈ പറയുന്ന അന്നത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് അതിനുശേഷം അന്നത്തിൽ തന്നെ ജീവിക്കുന്നു, അവസാനം അന്നത്തിൽ തന്നെ ലയിക്കുന്നു. അന്നമാണ് ഭൂതങ്ങളിൽ ആദ്യം ഉണ്ടായിട്ടുള്ളത് കൊണ്ട് ശ്രേഷ്ഠമായിട്ടുള്ളത്. അതുകൊണ്ടാണ് അതിനെ സർവ ഔഷധം എന്ന് പറയുന്നത്. അന്നത്തെ ബ്രഹ്മമായി ഉപാസിക്കുന്നവർ എല്ലാ വക അന്നത്തെയും പ്രാപിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അന്നം എല്ലാ ഭൂതങ്ങൾക്കും ജ്യേഷ്ഠമായതുകൊണ്ട്, സർവൗഷധം എന്ന് പറയപ്പെടുന്നത് കൊണ്ട് നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? അന്നത്തിൽ നിന്നും ഭൂതങ്ങൾ ഉണ്ടാകുന്നു, ജനിച്ചവ അന്നം കൊണ്ട് വളരുന്നു, ജീവികളാൽ ഭക്ഷിക്കപ്പെടുകയും ജീവികളെ ഭക്ഷിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് അതിന് അന്നം എന്ന പേര്. അദ്യത്തെ അത്തിച്ച ഭൂത എന്നാണ്. ഈ പ്രസിദ്ധമായ ഈ അന്നരസമായ നിന്നും ഭിന്നമായ, എന്നാൽ അതിൻ്റെ ഉള്ളിലുള്ളതായ ഈ നേരത്തെ പറഞ്ഞ മൂശയ്ക്കകത്ത് ഉരുക്കി വിടപ്പെട്ട താമ്രം പോലെ, ചെമ്പ് പോലെ അങ്ങനെയുള്ളതാണ് പ്രാണമയനായ ആത്മാവ്. ആദ്യം അന്നരസമയനായ ആത്മാവിനെ കുറിച്ച് പറഞ്ഞു, ഇപ്പോൾ പ്രാണമയനായ ആത്മാവിനെ കുറിച്ച് പറയുന്നു. ഈ അന്നമയ കോശം പൂർണ്ണമായിരിക്കുന്നു. എന്തുകൊണ്ട്? പ്രാണമയം കൊണ്ട്. അതുപോലെ ഈ ഉരുക്കി ഒഴിച്ച താമ്രം, ചെമ്പ് മൂശയ്ക്കകത്ത് ഉരുക്കി വിട്ടതുപോലെ. ഇതിന് ശിരസ് എന്താ എന്ന് ചോദിച്ചാൽ പ്രാണനാണ് ശിരസ്. വ്യാനൻ വലത്തെ ചിറക്, അപാനൻ ഇടത്തെ ചിറക്. പ്രാണന്റെയും അപാനന്റെയും സ്ഥാനങ്ങളുടെ മധ്യത്തിൽ, അതായത് നാഭിയിൽ നിൽക്കുന്ന സമാനൻ, ആ സമാനൻ മധ്യസ്ഥനാകുന്നത് കൊണ്ട് ആത്മാവാകുന്നു. പൃഥിവി ദേവതയാണ് നേരെ നിൽക്കുവാൻ സഹായിക്കുന്ന ഉച്ഛം എന്നും പറയുന്നു. ഇതിനും ഒരു മന്ത്രം ഇവിടെ പറയുന്നുണ്ട്, മന്ത്രബ്രാഹ്മണത്തിൽ നിന്നും എടുത്തത്. പ്രാണം ദേവ അനുപ്രാണന്തി എന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ, നാളെ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളിലേക്ക് നീങ്ങാം. ഇതോടുകൂടി ഇന്നത്തെ സത്സംഗം സമാപിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. സർവേ ജന സുഖിനോ ഭവന്തു.